ആവൂ, ഞാൻ കൊള്ളാം കേട്ടോ. ഒരു സുന്ദരി കുട്ടിയാ, നല്ല സെക്സി ഫിഗറും ഉണ്ട് എനിക്ക്. പക്ഷേ എന്റെ ദാഹം അടക്കാൻ ഒരാള് പോരാ, ഒരു കടല് തന്നെ വേണ്ടിവരും. ഇതൊക്കെ വിക്രം എന്നാണാവോ മനസ്സിലാക്കുക? വിക്രം, നിന്റെ ശരിക്കുള്ള ഭാര്യ എന്താ ഈ ഓഫീസാണോ? ആണെങ്കിൽ അതിനിപ്പെന്താ, എനിക്ക് തീർത്താ തീരാത്ത ജോലിയുണ്ട്. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ നീ എനിക്ക് ചേരുന്ന ആളൊന്നുമല്ല. അല്ലെങ്കിൽ നിനക്കെന്നെ സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റില്ല. ഫുഡ് ഡ്രൈവറിന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ഡ്രൈവർ തിരിച്ചു വരുമ്പോ അയാളുടെ കയ്യിൽ ഓയില്, മോയ്സ്ചറൈസർ, ഡിയോ, പിന്നെ ഷാമ്പൂവും കൂടി കൊടുത്തയച്ചാ മതി. നിന്റെ ലിസ്റ്റ് അവസാനിച്ചോ? എടോ കേട്ടല്ലോ, വാങ്ങിച്ചു കൊടുക്ക്. ശരി എന്നാ, ബൈ. ബൈ. ആരാ? മേഡം, മനുവാ. കേറിപ്പോര്, വാതിൽ അടച്ചിട്ടില്ല. മേഡം, ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നതാ. എവിടെ വെക്കേണ്ടത്? എടോ, ഒരു മിനിറ്റ്, ഞാനിതിലെല്ലാം ഉണ്ടോന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ തന്റെ സാർ എന്റെ അടുത്ത് ഒച്ചയെടുക്കും. ഇന്ന് രാത്രി മുഴുവൻ നിന്നെ ഞാൻ ഉറക്കില്ല മുത്തേ. ആഹാ, ഫുൾ അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നല്ലേ, ദേ ഇത് നോക്കി. ആഹാ, ഇതൊരു മാസത്തേക്കുള്ള അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ. അല്ല, ഇതൊന്ന് രാത്രിയിടത്തേക്ക് മാത്രമുള്ളതാ. അതെയോ? അപ്പൊ ഇതൊരു ശീലാക്കുകയാണല്ലേ. ശീലാക്കിയ പിന്നെ നിർത്താൻ ഭയങ്കര പാടാ. മരിക്കുന്നത് വരെ തുടരാൻ മുത്തേ. അയ്യോ, ആ പാക്കറ്റ് മാഡത്തിന്റെ കിറ്റിലുണ്ടായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മാഡത്തിനോട് പറഞ്ഞിട്ട് അത് തിരിച്ചു മേടിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും എടുത്തേക്കാം. മാഡം, ആ ബാഗൊന്നും തരാവോ? എടുത്തു. എന്തെങ്കിലും പോയായിരുന്നോ? എന്താടാ താനൊന്നും മിണ്ടാത്തെ? തന്റെ നാക്കിറങ്ങിപ്പോയോ? അതൊക്കെയുണ്ട് മാഡം, പക്ഷേ മാഡത്തിന്റെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ താൻ എന്തുപയോഗിക്കാനാടോ? മാഡം എന്താ ഉദ്ദേശിച്ചത്? താൻ ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ. ഞാൻ എന്തിനെ പറ്റിയാ പറഞ്ഞെന്ന് തനിക്ക് നന്നായിട്ടറിയാം. ഇത് ഒരു രാത്രിക്കുള്ളതാണോ അതോ ഒരു മാസത്തേക്കുള്ളതാണോ? അത് ഓപ്പോസിറ്റ് ഒരാളുണ്ടാവില്ലേ, അയാളെ ആശ്രയിച്ചിരിക്കും മാഡം. ആരെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ. എങ്കിൽ പിന്നെ ഇന്ന് എനിക്ക് വേണ്ടി.
എന്തുപറ്റി? ഇത്ര പെട്ടെന്ന് തന്നെ കാറ്റുപോയോ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടെങ്കിൽ എന്തോ ഒലത്തോന്നൊക്കെ പറഞ്ഞല്ലോ. ആ പിന്നെ നിനക്ക് കിട്ടിയ ഈ ജാക്ക്പോട്ട് ഒറ്റ ദിവസത്തേക്കുള്ളതായിരുന്നു. ഇത് കണ്ടോ? നിന്റെ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നീ ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ട കഴിക്കേണ്ടി വരും. ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ഇറങ്ങടാ. കൊള്ളാം രേഷ്മേ, ഇന്ന് നല്ല രസമുണ്ടായിരുന്നു. അതും 3 റൗണ്ടാ പോയത്. പിന്നെ ആ ഡയലോഗ്, ജയില്, പോലീസ്, റെക്കോർഡിംഗ്, ഒരാളും ഒന്നും അറിയില്ല. ആവശ്യവും നടന്നു കിട്ടി. ഇല്ല ഇല്ല, അതൊക്കെ എപ്പോഴേ ഡീലാക്കിയതാ. ഐ ആം വെയിറ്റിംഗ് ഫോർ പേയ്മെന്റ്. വരൂ. ഇത്രയും വെയിറ്റുള്ള ബാഗ് താൻ ഒറ്റയ്ക്കാണോ എടുത്തോണ്ട് വന്നേ? അതെ മാം. തനിക്ക് ഭയങ്കര ബലമാണല്ലോടോ. കുടിക്കാൻ വെള്ളം വേണോ? യെസ് മാം. അകത്തേക്ക് വാ. താനിരിക്കും, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ശരി. ദാ കുടിക്കേ. താങ്ക് യു. വേറെന്തെങ്കിലും വേണോ? ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ? ശരി. ഐ എം സോ സോറി. അത് കുഴപ്പമില്ല, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ശരി, എന്നാ അകത്തേക്ക് വരൂ. വേണമെങ്കിൽ ഞാൻ വൃത്തിയാക്കാം. ഓ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ടീഷർട്ട് അഴിക്കേ. എന്തു പറ്റി? എന്താ തനിക്കിത്ര നാണം? താൻ അഴിക്ക്, ഞാൻ കഴുകിത്തരാം. വേണ്ട, ഞാൻ ചെയ്തോളാം. ഞാൻ അഴിച്ചു തരട്ടെ? ഇന്ന് താൻ ഞാൻ പറയുന്നത് കേൾക്കണം. താൻ എൻജോയ് ചെയ്തോ. തന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? അമരീത്. അമൃത്. തനിക്ക് നല്ല ബലം ഉണ്ടെന്നാ ഞാൻ കരുതിയേ. പക്ഷെ താൻ ശരിക്കും ഒരു വേസ്റ്റ് ആണല്ലോടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ. താനിപ്പോഴും ചെറുപ്പമല്ലേ. താൻ ഈ ഫോൺ കണ്ടോ? ഇതിലെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഏരിയയിൽ എങ്ങാനും കണ്ടാലുണ്ടല്ലോ, ഈ വീഡിയോ ഞാൻ നേരെ പോലീസുകാർക്ക് കൊടുക്കും. അയ്യോ വേണ്ട മേഡം, അങ്ങനൊന്നും ചെയ്യരുത്. ഇനി ഞാൻ മേഡത്തിന്റെ കൺമുന്നിന് പോലും വരത്തില്ല. ഈ ജാക്ക്പോട്ട് ഇന്നത്തേക്ക് മാത്രമുള്ളതാ. വേഗം ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്ക്. മേഡനോട് ക്ഷമിക്കണം, ഞാനിനി ഇങ്ങോട്ട് വരത്തില്ല. മേഡം ആരെയും കാണിക്കരുത്. ഇറങ്ങിപ്പോ.
മാഡം, മാഡത്തിൻ്റെ എല്ലാ രഹസ്യവും എനിക്കറിയാം. ഓരോ ദിവസവും ഓരോ ആൾക്കാരാണല്ലേ? മാഡം, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ഇത്തവണ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, ഒരു 6-7 തവണയെങ്കിലും ചെയ്യാം. മാഡം ഹാപ്പി ആയിക്കോളും. പിന്നെ അഥവാ മാഡം പറ്റില്ലെന്ന് പറഞ്ഞാ ഞാൻ സാറിനോട് പറഞ്ഞോളാം. നീയുണ്ടല്ലോ, എന്റെ കെട്ടിയോനാവാൻ നോക്കേണ്ട കാര്യമില്ല. നീ എനിക്ക് വെറും ഒരു കളിപ്പാട്ടമായിരുന്നു. അതിനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. നീ സാറിനോട് പോയി പറ. ഞാൻ പറയുന്നതേ പോലീസിനോടായിരിക്കും. ഞാനെന്താ പറയാൻ പോന്നെന്നറിയോ? നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. എന്നിട്ട് നീ എന്നെ നിർബന്ധിച്ച് മറ്റുള്ളവരെടുത്ത് വിടുന്നു. മാഡം, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. മാഡം ക്ഷമിക്കേ. നിനക്കെന്നെ ശരിക്കറിയില്ല. നിന്നെപ്പോലെ ഒരു 100 പേര് വന്നാലും എനിക്കൊന്നുമില്ല. എങ്കിലും എന്നെ ഒരാൾക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. അതെ, ആ നീ നിന്റെ പെർഫ്യൂം ചേഞ്ച് ചെയ്തായിരുന്നോ? ആ ഇത് നിന്റെ ഓർമ്മകളുടെ സ്മെല്ലാ. എന്റെ ഓർമ്മകളുടെ സ്മെല്ലാ. ഈ ചീപ്പ് പെർഫ്യൂമിന്റെ സ്മെല്ലാ. ഹലോ, ആ വിക്രം, അത് ഞാൻ കുളിക്കായിരുന്നു. ഓക്കെ, നോ ഇഷ്യൂസ്. പിന്നെ വൈകിട്ട് നമുക്കൊരു പാർട്ടി ഉണ്ട്. നീ അത് മറന്നിട്ടില്ലല്ലോ? അയ്യോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. ഇപ്പൊ ഓർമ്മിപ്പിച്ചത് നന്നായി. ഓ, കംപ്ലൈന്റ് ബോക്സിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. ശരി, ഒന്ന് മതിയാക്ക്. നിനക്ക് പോകാനായിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോ. ആ ശരി, ഞാൻ വെക്കുകയാണേ. ബൈ. ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? സോറി മാം. എടോ, ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിഷ്ടപ്പെടുന്നുണ്ടെന്നാ. അതാ പറഞ്ഞു. തനിക്കിതിപ്പോ ഒരു ശീലമായി കാണുമല്ലേ? ഇല്ല മാം, സോറി മാം. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മാം ചോദിച്ചോളൂ. ഈ പാല് വെച്ച് മസാജ് ചെയ്യാറുണ്ടോ? മാം, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അതെന്താ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് മസാജാ. തന്റെ കൈയൊക്കെ ഇത് എന്തൊരു സോഫ്റ്റ് ആടോ. മാം, അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പാല് ചിലപ്പോൾ തിളച്ചു പോകും. എങ്കിലങ്ങ് തിളക്കട്ടെന്നേ, ഞാൻ തണുപ്പിച്ചോളാം. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? എന്ത് പ്രശ്നം ഉണ്ടാവാനാ? എടോ, തന്റെ ഈ സോഫ്റ്റ് കൈകൾ കൊണ്ട് എന്റെ ബോഡി മസാജ് ചെയ്യടോ പ്ലീസ്. അതിനുവേണ്ടി മാഡം ഒന്ന് കിടന്നു തരണം. അതിന് ഞാൻ എപ്പോഴേ റെഡിയാണ്. എങ്കിൽ മാഡം ബെഡ്റൂമിലേക്ക് പോയേക്ക്, ഞാൻ മെറ്റീരിയൽ എടുത്തോണ്ട് വന്നേക്കാം. താൻ മാത്രം വന്നാ മതി. മെറ്റീരിയൽസ് എല്ലാം എൻ്റെ അടുത്ത് റെഡിയാണ്. വാ. ഇന്ന് വരെ താനല്ലേ എല്ലാവർക്കും മസാജ് ചെയ്ത് കൊടുത്തേ. തനിക്ക് ഞാൻ മസാജ് ചെയ്ത് തരാം. തന്നെ ഞാൻ ഹാപ്പിയാക്കാം. ഇന്നത്തെ ദിവസം താൻ എൻ്റേത് മാത്രമാ. മാം, ഇതൊന്നും ശരിയാവില്ല. ഓ, അഴിക്കടോ.
എന്തുപറ്റി? തന്റെ പാല് മൊത്തം തിളച്ച് തൂവിപ്പോയല്ലോ. കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വീണ്ടും പാല് കാച്ചാവല്ലോ. നീ എന്നെ ദിവസവും സന്തോഷിപ്പിക്കണം. എന്നുവെച്ചാ? എന്ന് വെച്ചാൽ നീ പഠിക്കുന്ന സ്കൂളുണ്ടല്ലോ, ഞാൻ ആ സ്കൂളിലെ പ്രിൻസിപ്പാളാകട്ടോ. പിന്നെ ഞാനാ പ്രിൻസിപ്പളിന്റെ തന്ത വിക്രം വാർദ്ധവാസി. നിന്റെ തന്തയെ മനസ്സിലായോടാ? ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരണോ ഞാൻ? മനു, അവനെ പിടിക്കടാ. മനു എന്നോട് നിന്റെ ആഗ്രഹത്തെ പറ്റിയും നിന്റെ കാമത്തെ പറ്റിയും നിന്റെ കെണിയെ പറ്റിയും അവന് പറ്റിയ തെറ്റിനെ പറ്റിയും എല്ലാം എന്നോട് പറഞ്ഞു. നീ എന്റെ ഭാര്യയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ നിനക്ക് ദിവസവും പുതിയ പുതിയ ഭർത്താക്കന്മാരെ വേണമായിരുന്നു. നീ എന്നെ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് എന്റെ മാത്രം പ്രോബ്ലം അല്ല, ഭൂരിഭാഗം ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രോബ്ലം ആണിത്. തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ അവരവരുടെ ജോലിയിൽ ഭയങ്കര ബിസി ആയിരിക്കും, സമയം ഉണ്ടാവില്ല. എന്നിട്ട് അവസാനം എല്ലാ കുറ്റം ഞങ്ങളുടേത്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരാ, അത് നീ മറക്കാൻ പാടുണ്ടോ? അപ്പൊ നീ എന്നെ മറന്നില്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ നീ അവസാനായിട്ട് സ്നേഹത്തോടെ എന്നെ എപ്പോഴാ ഒന്ന് നോക്കിയെന്ന്? ഓർമ്മ കിട്ടുന്നില്ലല്ലേ? പറ, എനിക്കൊരു ഉത്തരം താ. ആ പിന്നെ, എനിക്കൊരാളെയും പേടിയില്ല. ഞാൻ ഒരാളുടെയും ഒരു വീഡിയോയും എടുത്തിട്ടുമില്ല. ഞാനത് പറഞ്ഞത് ഇവരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിലയ്ക്ക് നിർത്താനായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തേനെ. പിന്നെ വിക്രം, ഇന്ന് ഞാൻ ശരിക്കും പേടിച്ചു. എന്നെ കണ്ടപ്പോഴല്ലേ? ഇനി നീ എന്നെ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല. ഒരുമിച്ച് ജീവിച്ചപ്പോഴും നമ്മൾ ഒരുമിച്ചല്ലായിരുന്നല്ലോ വിക്രം. ഞാൻ നിന്നെ കണ്ടല്ല പേടിച്ചത്, ഇവൻ എന്റെ വീഡിയോ എടുത്തായിരുന്നു. ഇവൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്തതും തെറ്റാണ്, നീ ചെയ്തതും തെറ്റാണ്. അവനെവിടെ നിന്ന് കൊണ്ടുപോടാ. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് നീ മാത്രമാണ്. നമ്മുടെ ബന്ധം ഇന്ന് ഇവിടെ അവസാനിക്കുവാണ്.